നമസ്കാരം. കടത്തനാട് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ മാത്യു ടി തോമസ് നയിക്കുന്ന ജനതാ മുന്നേറ്റ യാത്രയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. നാദാപുരം CCUP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം മന്ത്രി PK അബ്ദുൾ റബ്ബ് നിർവഹിച്ചു. വടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. രക്തദാനത്തിന്റെ മഹത്വവുമായി ഇന്ന് ദേശീയ രക്തദാന ദിനം. വാർത്തകൾ വിശദമായി. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് നയിക്കുന്ന ജനതാ മുന്നേറ്റ യാത്രയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെ ജനതാദൾ എസ് നടത്തുന്ന ജനതാ മുന്നേറ്റ യാത്രയ്ക്ക് വടകരയിൽ ഉജ്ജ്വലമായ സ്വീകരണം നൽകി. ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് നയിക്കുന്ന യാത്രയാണ് കൊടുവള്ളി, ബാലുശ്ശേരി, പേരാമ്പ്ര, നാദാപുരം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വടകരയിൽ സമാപിച്ചത്. പാർട്ടി ദേശീയ സമിതി അംഗം പ്രൊഫസർ P. ജയലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ലതിക ശ്രീനിവാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അന്നത്തെ അഴിമതിയുടെ തോത് 65 ലക്ഷം രൂപയായിരുന്നു. അവരുടെ മകൻ രാജീവ് ഗാന്ധി രാജ്യം ഭരിച്ചപ്പോൾ ബോഫോസ് കേസുണ്ടായി. ബോഫോസ് അഴിമതിയിൽ ഉൾപ്പെട്ട സംഖ്യ 64 കോടിയാണ്. അമ്മയുടെ കാലത്ത് 65 ലക്ഷമായിരുന്നത് മകന്റെ കാലത്ത് 64 കോടിയായി. രാജീവ് ഗാന്ധിക്ക് അധികാരം വിട്ടൊഴിയേണ്ടി വന്നു. തെരഞ്ഞെടുപ്പിലൂടെ ആണെങ്കിലും VP സിംഗിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഇന്ന് കേൾക്കുന്ന അഴിമതി കഥകൾ ഇവിടെ സൂചിപ്പിച്ചു. 1,76,000 കോടി 2G സ്പെക്ട്രം, 1,86,000 കോടി കൽക്കരി കുംഭകോണം, പിന്നീട് ആദർശ് ഫ്ളാറ്റ്, കോമൺവെൽത്ത് ഗെയിംസ് എല്ലാം കൂടി. CK നാണു MLA, അഡ്വക്കേറ്റ് MK പ്രേംനാഥ്, K. ലോഹ്യ തുടങ്ങിയവർ സംസാരിച്ചു. കടത്തനാട് ന്യൂസ്, വടകര. നാദാപുരം CCUP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PK അബ്ദുൾ റബ്ബ് നിർവഹിച്ചു. ചടങ്ങിൽ മികച്ച അധ്യാപകനായ ഹേമചന്ദ്രൻ മാസ്റ്ററെ അനുമോദിച്ചു. ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുക പൂർവികരായ ഒരു വിളക്കിൽ നിന്ന് 1000 പരിപാടിക്കും ചെറിയ ഒരു ക്ഷണം കൊണ്ടാൽ ഞാൻ ഹൃദയപൂർവ്വം സ്കൂളിന്റെ ചരിത്രം കോറിയിട്ടുകൊണ്ട് പുതിയ വടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നാദാപുരം റോഡിൽ വയോജന ദിനാചരണവും അവയവദാന പ്രഖ്യാപനവും സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നാദാപുരം റോഡ് വാഗ്പടാനന്ദ ഹാളിലാണ് വയോജന ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയോടനുബന്ധിച്ച് അവയവദാനത്തിന്റെ മഹത്വം പ്രചരിപ്പിച്ച് അവയവദാന പ്രഖ്യാപനവും നടന്നു. അവയവങ്ങൾ പ്രവർത്തനക്ഷമമല്ലാതായി ജീവൻ നഷ്ടപ്പെടുന്ന സഹജീവികൾക്ക് ജീവിതം തിരിച്ചു നൽകുക എന്ന ലക്ഷ്യം വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. യൂണിയൻ സെക്രട്ടറി KP ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് V. രാജൻ മാസ്റ്റർ അധ്യക്ഷനായി. വടകര ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ബ്രഹ്മശ്രീ പീയൂഷ് നമ്പൂതിരിപ്പാട് ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം P. ഭാസ്കരക്കുറുപ്പ് സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. മാനുഷികതയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ശ്രേണിയിൽ ജീവിക്കുന്ന
തന്നെ ഉപനിഷത്ത് നമ്മൾ പഠിപ്പിക്കും. ഭാരതീയ സംസ്കൃതി ജനനവും ജീവിതവും അതിനിടയ്ക്കുള്ള കാലത്തേക്ക് കുറിച്ച് വളരെ വ്യക്തമായി സംസ്കൃതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തരം ചരിത്രപരമായ ഭാഷകളിലേക്കും ചരിത്രപരമായ വസ്തുതകളിലേക്കും മനുഷ്യൻ പലപ്പോഴും കടക്കാത്തതിനാൽ അതിൻ്റെ ആഴങ്ങളെക്കുറിച്ചും അതിൻ്റെ സഫലതയെക്കുറിച്ചും മനസ്സിലാക്കുവാൻ നാം വളരെ വൈകിപ്പോകും. ഏത് ശരി ഏത് തെറ്റ് എന്ന് മനസ്സിലാക്കുവാൻ സമയമെടുക്കുമ്പോഴേക്കും നമ്മുടെ കർമ്മങ്ങളും ജീവിതകർത്താവും നമ്മൾ വഴിവിട്ട് കുറേ കാലം മുന്നോട്ട് നയിച്ചിട്ടുണ്ടാവും. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കോർഡിനേറ്റർ AP സുകുമാരൻ കിടാവ് അവയവദാന സമ്മതപത്രം സ്വീകരിച്ചു. ജോയിന്റ് സെക്രട്ടറി K ജാനകി നന്ദി രേഖപ്പെടുത്തി. കടത്തനാട് ന്യൂസ്, വടകര. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. പയ്യോളി ഗ്രാമപഞ്ചായത്തിലെ റെസിഡൻസ് അസോസിയേഷന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മുടെ നടക്കാവിലുള്ള SI പങ്കെടുത്തുള്ള ഒരു പരിപാടിയിൽ ഞാനും അദ്ദേഹവും ഇങ്ങനെ സംസാരിച്ചു റെസിഡന്റ് അസോസിയേഷന്റെ ഒരു പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ പങ്കെടുത്തായിരുന്നു. പരിപാടി തുടങ്ങാൻ വൈകിയപ്പോൾ ഞങ്ങളിങ്ങനെ ഓർത്തിക്കഴിഞ്ഞാൽ ജോലിയെല്ലാം തന്നെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടിലൊന്ന് പോയിട്ട് 2-3 ദിവസം പോയിട്ടില്ലെങ്കിൽ വരുത്തിക്കഴിഞ്ഞാൽ ജോലിയെല്ലാം തന്നെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടിലൊന്ന് പോയിട്ട് 2-3 ദിവസം പോയിട്ടില്ലെങ്കിൽ വലുതായിരുന്നു എന്നുള്ളത് ഈ പിൽക്കാലത്തെ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാക്കുന്നതായിരുന്നു എന്നുള്ളത് ഈ പിൽക്കാലത്തെ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാക്കും. അവർക്കുള്ള കാലത്തിന്റെ പോക്ക് വളരെ വേഗതയില്ല. നമുക്കറിയാം, ഓരോ ആളുകളും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തുമ്പോഴേക്കും തൊട്ടടുത്ത ആളുകൾ പോലും തമ്മിൽ കാണാൻ കഴിയാത്ത വിധം ജീവിതം തിരക്ക് പിടിച്ചതായി മാറിയിരിക്കുകയാണ്. രക്തദാനത്തിന്റെ മഹത്വവുമായി ഇന്ന് ദേശീയ രക്തദാന ദിനം. നഷ്ടപ്പെട്ടു പോകുന്ന ജീവനെ കൈപിടിച്ചുയർത്തുക എന്ന മഹത്തായ കർമ്മമാണ് രക്തദാനം. അതുകൊണ്ടുതന്നെ രക്തദാനം ജീവദാനമായി അറിയപ്പെടുന്നു. രക്തദാന സംഘടനകളുടെ വ്യാപനത്തോടെ ഇതിന്റെ ആവശ്യകത ഒരു പരിധിവരെ ജനങ്ങളിൽ എത്തിച്ചേരുന്നു. എങ്കിലും അറിവില്ലായ്മ നൽകുന്ന ഭയത്തോടെ രക്തദാനത്തെ നോക്കിക്കാണുന്നവരും കുറവല്ല. രക്തം നൽകുന്നതിലൂടെ സ്വന്തം ശരീരത്തിന് പുത്തൻ ഉണർവാണ് വന്നു ചേരുന്നതെന്ന വസ്തുത എല്ലാവരും അറിയണം. അതോടൊപ്പം നാം അറിയാതെ മറഞ്ഞിരിക്കുന്ന രോഗങ്ങളുടെ നിർണയവും ചിലപ്പോൾ സാധ്യമാവും. നാം നൽകുന്ന ഓരോ തുള്ളി രക്തവും 1000 സ്വപ്നങ്ങളുടെ സഫലീകരണമാണെന്ന തിരിച്ചറിവോടെ രക്തദാനം എന്ന മഹത്വത്തിലേക്ക് നമ്മളും ചുവടുവയ്ക്കുക. സമഗ്ര പച്ചക്കറി വികസന സമിതിയുടെ സംസ്ഥാനതല വിത്തുവണ്ടിക്ക് സ്വീകരണം. കീഴൽ UP സ്കൂളിൽ നടന്ന പരിപാടി വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ബിജുല ഉദ്ഘാടനം ചെയ്തു. വിത്തിനൊപ്പം മനസ്സു തേടി വിത്തുവണ്ടി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എന്ന ആശയവുമായി സംസ്ഥാന ഗവൺമെന്റിന്റെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല വിത്തുവണ്ടിക്ക് വടകര കീഴൽ UP സ്കൂളിൽ നൽകിയ സ്വീകരണം വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ബിജുല ഉദ്ഘാടനം ചെയ്തു. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 300 കുടുംബങ്ങൾക്ക് സൗജന്യമായി പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു. കൃഷി ഓഫീസർ ഷീല സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ P പ്രശാന്ത് അധ്യക്ഷനായി. AEO സദാനന്ദൻ മാണിയോത്ത്, TP ഭാസ്കരൻ, KM മുഹമ്മദ്, PTA പ്രസിഡന്റ് P ഹരിദാസൻ, T ഗംഗാധരൻ, കൃഷി ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചു. ഹെഡ്മാസ്റ്റർ KP വിജയൻ നന്ദി രേഖപ്പെടുത്തി. 3 വർഷത്തെ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ സമഗ്ര പച്ചക്കറി വികസന പരിപാടിയുടെ ഭാഗമായി കേരള കാർഷിക വകുപ്പും കേരള വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിത്ത് വണ്ടി എന്നുള്ള ഒരു പരിപാടിയായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമായും കടത്തനാട് ന്യൂസ്, വടകര. ഏറാമല പഞ്ചായത്തിലെ കുറിഞ്ഞാലിയോട് ഭാഗങ്ങളിൽ കുളമ്പ് രോഗം വ്യാപകം. മറവോത്ത് അശോകന്റെ പശുവാണ് കുളമ്പ് രോഗത്തെ തുടർന്ന് ചത്തത്. കാലകാലമായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഇവിടുത്തെ ഈ മൃഗാശുപത്രി അല്ലെങ്കിൽ പഞ്ചായത്തോ ഇങ്ങനെ ഈ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താറില്ല.
ഞാൻ എൻ്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ 4-5 പശുക്കൾ വളർത്തിയിട്ടുള്ള ഉപജീവന മാർഗമാണ്. ഇപ്പോൾ ഇതിന് വന്നിട്ട് രോഗലക്ഷണങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ വന്നിട്ട് എന്താണ് രോഗം എന്നുള്ള നമുക്ക് തിരിയുന്നില്ല. ഡോക്ടറടുത്ത് പോയിട്ടുണ്ട്. ഡോക്ടറടുത്ത് പോയപ്പോൾ ഡോക്ടർ വന്നിട്ട് പനിയാണ്, പനീൻ്റെ ഗുളികയൊക്കെ എഴുതി തന്നു. ആ ഗുളിക ഞാനിവിടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് 45 ഗുളിക 3 ദിവസമായിട്ട് എല്ലാ പശുക്കളും കൊടുത്തിട്ട് പിന്നീട് ഒരു ദിവസം എല്ലാം ഉണ്ടായപ്പോൾ ഞാൻ ഡോക്ടറടുത്ത് വീണ്ടും പോയി. ഡോക്ടറോട് വന്നിട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു. ഡോക്ടറോട് നോക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, പനീൻ്റെ ഇഞ്ചക്ഷൻ അടിക്കാമെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ്റെ മരുന്നിന് എഴുതി തന്നു. ഇഞ്ചക്ഷൻ്റെ മരുന്നൊക്കെ ഞാനിവിടെ മേടിച്ചുണ്ടാക്കി രാത്രി സന്ധ്യയ്ക്ക് ഒരു 6 മണിക്ക് സമയത്ത് ഡോക്ടർ ഇവിടെ വന്നിട്ട് എല്ലാ പശുക്കൾക്കും 3 ഇഞ്ചക്ഷൻ അടിച്ചു. 3 ഇഞ്ചക്ഷൻ അടിച്ചിട്ട് അയാൾ പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ശനിയാഴ്ച രാത്രി എൻ്റെ ഒരു പശു ഇങ്ങനെ മരിച്ചു. ഒരു 11:30 മണിയായിരുന്നു രാത്രി. കുറിഞ്ഞാലിയോട് മറവോത്ത് അശോകനും കുടുംബവും കന്നുകാലി വളർത്തലാണ് ജീവിതോപാധിയായി സ്വീകരിച്ചിരുന്നത്. വ്യാപകമായ കുളമ്പ് രോഗം ഇവരുടെ ജീവിതത്തിൽ ഒരു തിരിച്ചടിയാവുകയാണ്. വീട്ടിലെ 5 പശുക്കൾക്കും കുളമ്പ് രോഗം പിടിപെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇവർക്ക് മനസ്സിലായത്. ഇതിലൊരു പശുവാണ് ചത്തത്. പശുവിന്റെ അസ്വസ്ഥതകൾ കണ്ടിട്ട് ഏറാമല മൃഗഡോക്ടറെ സമീപിച്ചപ്പോൾ അദ്ദേഹം പശുവിന് കുളമ്പ് രോഗമുള്ളതായി പറഞ്ഞിരുന്നില്ല. തുടർന്നും പശുവിന്റെ വായിൽ നിന്നും നുരയും നാവിന്റെ തൊലി പൊളിഞ്ഞതും കണ്ടതിനെ തുടർന്നാണ് എടച്ചേരിയുള്ള മൃഗഡോക്ടറെ സമീപിച്ചത്. ഇദ്ദേഹം കോഴിക്കോട് മൃഗസംരക്ഷണ വകുപ്പിൽ അറിയിക്കുകയും കുളമ്പ് രോഗമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പഞ്ചായത്ത് അധികൃതരും മൃഗസംരക്ഷണ വകുപ്പും കന്നുകാലികളുടെ കുത്തിവെപ്പ് ഇവിടെ നിർത്തിയിട്ട് 2 വർഷമായി. 6 മാസം കൂടുമ്പോൾ പശുവിന് കുളമ്പ് രോഗ നിവാരണ കുത്തിവെപ്പ് നടത്തണമെന്നാണ് കണക്ക്. പക്ഷേ ഇവിടെ പഞ്ചായത്ത് അധികൃതരോ ഇവിടുത്തെ മൃഗസംരക്ഷണ വിഭാഗമോ യാതൊരു കുത്തിവെപ്പും നടത്തുന്നില്ല എന്നതാണ് സത്യം. 1000-ഓളം പശുക്കളാണ് കുറിഞ്ഞാലിയോട് ഭാഗങ്ങളിലുള്ളത്. കുളമ്പ് രോഗം കാറ്റിലൂടെയും മറ്റും അണുക്കൾ പശുക്കളിൽ രോഗം വ്യാപിക്കുന്നതിന്റെ തെളിവാണ് താഴെ മറവോത്തു നാണുവിന്റെയും കോടഞ്ചേരി മൊയ്തുവിന്റെയും കന്നുകാലികൾക്ക് കുളമ്പ് രോഗം സ്ഥിരീകരിച്ചത്. 6 മാസത്തിലൊരിക്കൽ കുത്തിവയ്പ് ലഭിക്കാത്തതുകൊണ്ട് യാതൊരു ധനസഹായവും ലഭിക്കില്ല എന്നാണ് കോഴിക്കോട്ട് നിന്ന് വന്ന മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് കടത്തനാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. കൃഷിവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച വിത്തുവണ്ടിയുടെ ചോമ്പാൽ ഉപജില്ലാതല ഉദ്ഘാടനം നരിക്കുന്ന് UP സ്കൂളിൽ നടന്നു. പോയകാല കാർഷിക സ്മൃതിയുടെ ഓർമ്മകൾ ഉണർത്തി എടച്ചേരി നരിക്കുന്ന് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ വിത്തുവണ്ടിയെ വരവേറ്റു. കരിയും നുകവുമേറ്റിയ ഒഴിവുകാളുകളുടെ അകമ്പടിയോടെ ചെണ്ടവാദ്യമേളങ്ങളുടെ പാളത്തൊപ്പിയണിഞ്ഞ കൊച്ചുകൂട്ടുകാർ പോയ കാലത്തെ കൈപിടിച്ചാണ് കാർഷിക പ്രചരണ ജാഥയെ വരവേറ്റത്. കൃഷിവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച വിത്തുവണ്ടിയുടെ ചോമ്പാൽ ഉപജില്ലാതല ഉദ്ഘാടനമാണ് നരിക്കുന്ന് UP സ്കൂളിൽ നടന്നത്. സ്വീകരണത്തിനനുബന്ധമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനം, കൃഷിക്കാരുമായി അഭിമുഖം, ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നടന്നു. സ്വീകരണ പരിപാടി ബഹുമാനപ്പെട്ട EK വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റു പരിപാടികളായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിജയലക്ഷ്മി, മുൻ കൃഷി ഓഫീസർ K ബാലൻ, കർഷകൻ കണ്ണൻ, E ഗംഗാധരൻ, V രാജീവ്, T സലീല, ബിജേഷ് എന്നിവർ സംസാരിച്ചു. നാട്ടുപയ്യ എന്ന പേരിൽ നടന്ന പരിപാടി നാടൻ ഉൽപ്പന്നങ്ങൾ, നാട്ടുപെരുമയുടെ അടയാളങ്ങൾ എന്നിവയാൽ ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ ഓർക്കാട്ടേരി. തൂണേരിയിൽ പാലോടുന്നതിൽ വാസുവിന്റെ വീട്ടിൽ മോഷണം, ആഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു. ഇന്നെത്ര മണിക്ക് വന്നേ? നിങ്ങളുടെ മകന്റെ പരിചയം? മകന്റെ ഒരു 2 വാടകയും പൈസയുണ്ട്. ഹലോ, അയനിക്കാട് ചൊറിയൻചാൽ താരേമൽ വിമല ചികിത്സാ സഹായ ധനസമാഹരണം ഉദ്ഘാടനം ചെയ്തു. വിവാഹ വികസന സമിതി ചെയർമാൻ ശ്രീ CC പ്രഭാകരൻ, അതുപോലെ വൈസ് ചെയർമാൻ ശ്രീ നമ്മുടെ ഒരു അയൽപ്പക്കാരിയാണെങ്കിൽ നമ്മുടെ ഒരു
ഒരു 2 മണി കൊണ്ട് ആ പരിപാടി കഴിച്ച് വീട്ടിൽ പോയി ഭക്ഷണം കഴിഞ്ഞ് പിന്നെ പറയും വീണ്ടും പോലെ തന്നെ വീട്ടിൽ. കാരണം നിങ്ങളുടെ കൂടെ ഒരു പങ്കാളിയാവാൻ വേണ്ടി ഞാൻ ഇയാൾ പറഞ്ഞ പോലെ മോശയിലെത്താണ് എല്ലാ സാക്ഷ്യം എല്ലാ സാക്ഷ്യം. തിക്കോടി കൈതാങ് സാംസ്കാരിക സംഘത്തിന്റെ ഉദ്ഘാടനം കൊയിലാണ്ടി MLA കെ ദാസൻ നിർവഹിച്ചു. പരസ്പരം ഒന്ന് നോക്കാനോ ഒന്ന് സംസാരിക്കാനോ മനസ്സ് കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു മരണ വീട്ടിലുള്ള പ്രയാസങ്ങളും വിഷമതകളും കണ്ട് ഒരു കൂട്ടം ആളുകൾ ഒരു സാംസ്കാരിക സംഘടനയിലൂടെ പ്രദേശത്തുള്ള ആളുകളോട് നമ്മുടെ നാട്ടിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ അവരോട് പറയുകയും അങ്ങനെ ആദ്യത്തെ ഒരു യോഗം ഞങ്ങൾ ചേരുകയും ചെയ്തു. ഓരോ ദിവസവും നമുക്ക് പ്രായമായ അമ്മ ഒറ്റക്ക് ആ വീട്ടിൽ ഇങ്ങനെ കഴിയുന്നു. അമ്മ മരണപ്പെട്ടു. എങ്ങനെയാ അറിയുന്നത്? ഒന്ന് ഫോൺ വിളിക്കാൻ. ഫോൺ വിളിച്ചപ്പോൾ ആരും എടുക്കുന്നില്ല. അപ്പോഴാണ് അന്വേഷണം. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ കൂടെ ആരും നിർത്താത്തതിന്റെ ഫലമായിട്ടാണ് കേരള സമൂഹത്തിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ അപജയം. അത് ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. പ്രശ്നമില്ല, സമൂഹത്തിൽ അടിത്തട്ടിൽ കിടക്കാൻ വിധി. ഇന്ന് ലോക വയോജന ദിനം. 1000 സ്വപ്നങ്ങൾ കണ്ട കണ്ണുകളിൽ കണ്ണുനീർത്തുള്ളികൾ നിറയ്ക്കാത്ത തലമുറകൾ നാളെ കടന്നുവരുമെന്ന് പ്രത്യാശിക്കാം. വിലക്കുമ്പുമായി യോശാന പെരുന്നാളു വന്നു, ഓശാന പെരുന്നാളു വന്നു. പണ്ടൊക്കെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഒരു കൂടക്കിഴിയിലെ പോകാറുള്ളൂ. ഒരു സംസ്കാരത്തിന്റെ ചരിത്രം നാം അറിയുന്നത് മുതിർന്നവരിലൂടെയാണ്. ആ ചരിത്രത്തിന്റെ ഓരോ താളുകളും സൂക്ഷ്മമായി അറിയണമെങ്കിൽ തീർച്ചയായും അന്വേഷണം വയോജനങ്ങളിലെത്തണം. ഇന്നിന്റെ തലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുന്നതും അതാണ്, വയോജനങ്ങളിൽ നിന്നുള്ള സത്യമായ അറിവുകൾ. വാർദ്ധക്യത്തിന്റെ അവശതകൾ ഒരു മനുഷ്യനെ നാടിനും വീടിനും വേണ്ടാത്തവനാക്കി മാറ്റുന്ന ആധുനിക കാലത്തെ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാവണം കൂണുപോലെ മുളച്ചു പൊന്തുന്ന വൃദ്ധസദനങ്ങൾ നമുക്ക് ചുറ്റും കാണുന്നത്. പടിയടച്ച് പുറത്താക്കുന്നതിനു മുൻപ് ആ കണ്ണുകളിലെ നിശബ്ദത നൽകുന്ന പാഠങ്ങളെ പഠിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇവിടെ ഒരു വൃദ്ധസദനം പോലും ഉണ്ടാവില്ലെന്നത് നേര്. പിച്ചവെച്ച കാലുകളെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്ന അവരുടെ പൂർവ്വകാലം നാം ചിലപ്പോഴൊക്കെ മറന്നുപോകുന്നു. എങ്കിലും ഓർക്കുക, നാളെയുടെ തലമുറകൾ ഇവിടെ വളരുന്നു. ഈ കാഴ്ചകൾ കണ്ട് പ്രവർത്തിക്കാൻ അവരും തയ്യാറാകും. അന്ന് നമ്മളും ഈ വഴികളിൽ തനിച്ചാവും. കണ്ണുകളിൽ സ്വപ്നങ്ങളുടെ ഉറവ പറ്റിയ, മനസ്സിൽ ഒരു നല്ല വസന്തത്തെ കുടിയിരുത്തിയ 1000 അശരണരായ വൃദ്ധജനങ്ങൾക്ക് മുന്നിലൂടെ ഈ വയോജന ദിനവും കടന്നുപോകുന്നു. ന്യൂസ് ഡെസ്ക്, കടത്തനാട്. ടീൻ വേൾഡിന്റെ 3ാമത്തെ ഷോറൂം ആയഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ മാത്യു ടി തോമസ് നയിക്കുന്ന ജനതാ മുന്നേറ്റ യാത്രയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. നാദാപുരം CCUP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം മന്ത്രി PK അബ്ദുൾ റബ്ബ് നിർവഹിച്ചു. വടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. രക്തദാനത്തിന്റെ മഹത്വവുമായി ഇന്ന് ദേശീയ രക്തദാന ദിനം. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. കടത്തനാട് വാർത്തകൾ നിങ്ങൾക്കായി